അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയം ചൊല്ലോടു കാഫ് ഹാ യാ ഈൻ സാദ് അതങ്ങനെ ബോധനായി. കാഫടെ നല്ലോണം നീട്ടണോ പെണ്ണിങ് അയാറ് മറിയം സൂറത്ത് ഓതരത്ത് കൊണ്ടിട്ടു ആ ഹർഫ് ചിലപ്പോൾ ശരിക്കും ഉച്ചാരണാക്കോ തെരിയാല. കാഫിൽ ഇങ്ങനെ ഒരു അഡ്ഡ ഒരു കൊടര കെട്ടി ഇങ്ങനെ കിടപ്പാട്ടി കടിക്കുന്നുണ്ട്. കാഫടെ പിന്നത്തെ ഹാ യാ ചൊമ്മ നീട്ടണമെങ്കിൽ അത് അസ്ലിയായ ജസ്റ്റ് അവിടെ ഒരു നീട്ടലുണ്ട് മാത്രം. പിന്നത്തെ ഐനും സ്വാദ് നല്ലോണം നീട്ടും. ഇതാണ് സൂറത്ത് മറിയമിന്റെ തുടക്കം. ആ സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ ചൊല്ലോടു ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സകരിയ. നബിയേ സക്കരിയ നബിക്ക് അല്ലാഹുവിന്റെ ദാസനായ സക്കരിയ നബിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ ഒന്ന് ഓർക്കോറു നബിയേ. എന്താണ് സക്കരിയ നബിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം കൊണ്ടുണ്ട്? ഈമാനുള്ള പെണ്ണുങ്ങളെ നവദമ്പതിമാരെ മംഗലാവണ് ഉദ്ദേശിച്ച ആളുമാരെ റീസെന്റ് ആയിട്ട് മംഗലായിട്ട് ആളുമാര് ചിന്തിച്ചു കേൾക്കണു. അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലോടു അല്ലാഹുവിന്റെ ദാസനായ സക്കരിയ നബി അലൈഹിസ്സലാമു അല്ലാഹു ചെയ്ത കാരുണ്യത്തെ ഒരു സംഭവത്തെ ഓർക്കോറു നബിയേ. ഇദൻ ഹദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. അല്ലാഹുടെ വിളിച്ചിട്ട് ഏത് സമയത്തുള്ള കൊണ്ടുണ്ട് ഹനീഫ് ഖാൻ കൊടാജ ചൊന്നതുപോലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തന്റെ മോന്റെ നല്ലാക്കണോ അല്ലാഹുവിന്റെ നിങ്ങൾ തുറക്കണോ. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തന്റെ റായത്തുള്ള ഇന്ന ആളെ മോന്റെ നല്ലാക്കണോ അല്ലാഹുവിന്റെ തുറക്കണോ. ആ സമയത്ത് എന്റെ അത്ര മഹത്വം കൊണ്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ ഇദനാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. പാതിരജാവുക അല്ലാഹുവിന്റെ അടിമയായ സക്കരിയ നബി അല്ലാഹുവിനെ വിളിച്ചിട്ട് പുൽപുട്ടു തുറക്കിട്. എന്റെ പാതിരജാവുക തുറക്കണമില്ല. കാരണം ഖുർആന്റെ ഈ ആയത്തിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ ഖുർആന്റെ പണ്ഡിതന്മാർ ചൊല്ലോടെ അന്നഹു അസ്റഉൽ ഇജാബ. ഉത്തര കിട്ടണ വലിയ ഒരു പവറുള്ള സമയം ആ പാതിരജാവായതുകൊണ്ടാണ്. എന്തൊക്കെ സക്കരിയ നബി ആ നേരം തുറന്നേ. എന്നിട്ട് എന്താണ് സക്കരിയ നബിയുടെ ദുആ? ഖാല സക്കരിയ നബി ചൊല്ലോടു റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. റബ്ബി നന്റെ പടച്ചോനെ വഹനൽ അൽമു മിന്നി നന്റെ ശരീരത്തെ എല്ലാം മുള്ളും ദുർബലമായോണ്ടുണ്ടോ അല്ലാഹ്. നന്റെ ശരീരത്തെ മുള്ളെല്ലാം കുമ്പായ കണിക്ക് ദുർബലമായോണ്ടുണ്ടോ അല്ലാഹ്. വസ്തഅല റഅസു ശൈബ നന്റെ തലരെ മുടി ഇങ്ങനെ വെളുത്തിട്ട് പ്രകാശിച്ചോണ്ടുണ്ടോ അല്ലാഹ്. കിളവായോണ്ടുണ്ട് അല്ലാഹുവിന്റെ നബി തുറക്കൽ നാ കിളവായോണ്ടുള്ള. പക്ഷെ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. ഇണ്ടേവരേക്കും നിൻകൊട്ടിക എന്തിരെ തേടിയിട്ടും ഒരിക്കലും നാളെ നിരാശ അനുഭവിച്ചിട്ടില്ല അല്ലാഹ്. നബി ചൊല്ലുന്നു നന്റെ മുള്ള ദുർബലമായോണ്ടുണ്ടോ നന്റെ തലരമുടിയാണെങ്കിൽ വെൽത്ത് 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 പ്രകാശിക്കണോ തുടങ്ങി. പിന്നെ നാൻ ഇണ്ട് തോലെന്തിടത്തിലും നിന്റെ ടിക എന്തിരെ കേട്ടിട്ട് നിരാശ ആയിട്ടില്ല. നാനിപ്പോ കേക്കിടെ എന്തിരെ കൊണ്ടുണ്ട നാണ് കേക്കിടെ പടച്ചോനെ ഇന്നി ഖിഫ്തുൽ മവാലിയ മിന്നി. നന്റെ നന്തര നക്കൊരു സന്താന വേണ്ടേ അല്ലാഹ്. കിടാവായിട്ടില്ല ചുരുക്കിട്ട് ചൊല്ലണമെങ്കിൽ കിടാവായിട്ടില്ല സക്കരിയ നബിക്ക് 120 വർഷമായി. 120 വർഷമായ സക്കരിയ നബി പെഞ്ഞായിക്ക് 98 വർഷം. പെഞ്ഞായിക്ക് 98 വർഷം. അത് മാത്രമല്ല ഖുർആൻ ചൊല്ലു വകാനത് ഇംറഅതി ആഖിറ. സക്കരിയ നബി ചൊല്ലുന്നത് നന്റെ ഇംറഅത്തുണ്ടല്ലേ നന്റെ പെണ്ണുണ്ടല്ലേ ആഖിറാണ് പടച്ചോനെ ബഞ്ച അവൾ പെറില്ല. കെൽത്തി അയാൾ 98 വർഷമായിട്ട് നന്റെ പെഞ്ഞായി പെറില്ല. നാനാണെങ്കിൽ വയസ്സിന് അങ്ങേയറ്റത്തേക്ക് എത്തിപ്പോയ പക്ഷെ നക്ക് കിടാവായി ഇല്ല. ഫഹബുലി നക്ക് നീ ഓശാറമായി തർന്നു അല്ലാഹ് മില്ലദുൻക വലിയ. നിന്റെ ഭാഗത്തിൽ സന്മാനമായിട്ട് നക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നക്കൊരു കിടാവ് എടുത്താ ഒരു കിടാവുക വേണ്ടി തുറക്കട്ടെ. എന്നിട്ട് ചൊല്ലു സക്കരിയ നബി എന്തൊക്കെ കിടാവ് കൊണ്ടുണ്ട്? യരിസുനി വയരിസു മിൻ ആലി യഖൂബ് വജ്അൽഹു റബ്ബി റദിയാ. നന്റെയും യാക്കൂബ് നബിയുടെ സന്താനത്തിന് എന്തൊരു ദൗത്യമാണോ ഇന്നേ. ഈ സമുദായത്തെ നല്ലതൊക്കെ ക്ഷണിക്കണുക വേണ്ടിയല്ലേ. ഈ സമുദായത്തിൽ ശോഷിച്ച വർഗത്തെ നല്ല ധർമ്മത്തിന് നല്ല മാർഗത്തിൽ ഗുണപർണുക വേണ്ടിയല്ലേ. ഈ സമുദായത്തിൽ മോശപ്പെട്ട നിലക്ക് ജീവിക്കുന്ന ആൾമാരെ കൈപിടിച്ചിട്ട് സന്മാർഗത്തെ തെരുയെന്തേട്ട് കാട്ടിക്കൊടുക്കുന്ന ദൗത്യമല്ല യാക്കൂബ് നബിക്കിന്നേ. ആ യാക്കൂബ് നബിയുടെ സന്താനത്തിക്കിന്നേ നക്കും ഇന്നേ. അതുപോലെ നന്റെ നന്തരവും നക്കിനി അങ്ങനത്തെ ഒന്നിരെ തറന്നു.
നന്റെ ನಂತರവും അങ്ങനത്തെ ಒಂದಿರ ತರನು ಇದು ಚೊಲ್ಲುಂಬ ತುಗ ಪರಿಶುದ್ಧ ഖുർആൻ ചൊല്ലോടു യാ സകരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ വലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ യാ സകരിയ ഓ സകരിയ നബിയേ ഇന്നാ നുബശ്ശിറുക നേരായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സന്തോഷത്തെ ഒരു വാർത്ത ഞങ്ങൾ ചൊല്ല ഖുർആൻ ചൊല്ല എന്തിന്റെ സന്തോഷത്തെ വാർത്ത ബിഗുലാമിൻ ഇസ്മുഹു ഒരാണ് കിടാവിടെ തണ്ടാ ചൊല്ല സന്തോഷത്തെ വാർത്ത ഇസ്മുഹു ആ കിടാവിടെ പേരങ്ങനെ കൊണ്ടുണ്ട യഹ്യ കർപ്പുഞ്ചി പ്രഗ്നന്റ് ആയിട്ടേ ഇല്ല കിടാവിടെ പെത്തിട്ടേ ഇല്ല അല്ലാഹു ചൊല്ല ആ കിടാവുക പേര് യഹ്യ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീ ഇതിനേക്കാണ് മുന്ന ലോകത്തിൽ ഇണ്ട് വരേക്കും ഒരാൾക്കും ആ പേര് വെച്ചിട്ടില്ല അങ്ങനത്തെ പേരുള്ള ഒരു കിടാവിടെ നിങ്ങൾക്ക് തണ്ട സക്കറിയ നബി അത്ഭുതപ്പെട്ടു ഇത് പടച്ചോണ്ട് നമുക്ക് കിടാവാ സക്കറിയ നബി അത് അള്ളാഹിന്റെ ഒട്ടിക്ക് അള്ളാഹുടെ റഹ്മത്തിൽ നിരീക്ഷ ഇല്ലാണ്ടല്ല വിശ്വാസം ഇല്ലാണ്ടല്ല കൊസിൽ കേക്കടെ സുബ്ഹാനല്ലാഹ് ചിലപ്പോ റാങ്ക് വന്ന ആള് ഫസ്റ്റ് റാങ്ക് വന്ന ആൾ കേക്കില്ല നക്ക് റാങ്ക് വന്നമ്മ അതിനർത്ഥം റാങ്ക് പറവ് തീരാത്ത ആളുണ്ടല്ല ആ കൊസി ആ സന്തോഷത്തിൽ കേക്കടെ അതാണ് സക്കറിയ നബി കേക്കടെ പടച്ചോനെ നക്ക് കിടാവ് അവിടെ നക്ക് 120 വർഷമായിട്ട് സക്കറിയ നബിക്ക് 120 വർഷമായിട്ട് ഞങ്ങളെ രായത്തിൽ ഒരു 7 വർഷത്തെ ഒരാൾ കിടാവായി പിന്നെ തെരഞ്ഞെടുക്കോ ഇക്കാലം ബോബക്ക് ആങ്കാറാ ചൊല്ലുക അല്ലേ അല്ലാഹുവിന്റെ നബിയുടെ ഒട്ടിക്ക് പരിശുദ്ധ ഖുർആൻ ചൊല്ലി ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ ഈ സൂറത്തിന്റെ തുടക്കത്തെ വിശദീകരിക്കുന്നില്ല കാരണം അല്ലാഹുവിന്റെ ഒരു നബിയായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു കിടാവുകു വേണ്ടി അല്ലാഹുവിന്റെ ഒട്ടിക്ക് എങ്ങനെ ദൂരെ നേട്ട് നിങ്ങൾ കേട്ടില്ലേ ഈ സമുദായത്തെ സന്മാർഗത്തെ തെരു കാട്ടി കൊടുക്കുന്നു ഒരു അവകാശം നന്റെ നന്തരത്തേക്ക് നക്ക് നീന്നു തർന്നു അല്ലാഹ് പക്ഷെ ഞങ്ങളെ പെണ്ണിങ്ങ മങ്ങിനെ സുറൂറു വേണ്ട ഫാമിലി പാക്ക് ജെൻഡർ സപ്പോർട്ട് ഉണ്ട് വേണ്ടാന്റെ കരുതിട്ട് ഇന്നലെ ആയി പോയിട്ട് ഒരു 2 വർഷം പ്രഗ്നന്റ് ആവട്ടെ വേണ്ടാണ്ട് വിചാരിച്ചിരുന്ന ബാവ അതായി പോയിട്ട് വേണ്ടാണ്ടാക്കുമ്പോഴത്തേക്ക് കിട്ടും പിന്നെ ഇത് എത്ര നല്ലാവൂ അല്ലേ പിന്നെ ഇത് എത്ര വേണ്ടാണ്ട് വിചാരിച്ചു പലപ്പോഴും ആൾച്ചനാക്കുന്ന ശരീരം എടുപ്പാട്ടിരുവാണ് അവളുടെ ഉമ്മ അല്ലെങ്കിൽ ആറാവൊന്ന് പൊട്ടിട്ടില്ല അല്ലെങ്കിൽ എടുപ്പാട്ടോ പോയപ്പോ ഡോക്ടർ പൊട്ടിട്ടില്ല ഫസ്റ്റ് എഴുതല്ലേ ചുമത്തെ ആൾമാർക്ക് അത് കളഞ്ഞ ആൾമാർക്ക് പിന്നെ ആയിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റ് എഴുതല്ലേ ഇക്കട്ട് വേണ്ട ഐക്കോമ്പം ഇന്നലെ ഞങ്ങൾ ആൾച്ചനാക്കൂടെ എന്തൊക്കെ ഞങ്ങളെ മക്ക ഇങ്ങനെ ആവുന്ന ചൊന്നേ കാരണം ഞങ്ങളെ മക്കളെ ഞങ്ങൾ ടീച്ചർമാരുടെ ഉസ്താദ്മാരുടെ പോയി ചൊന്നില്ലേ അവന് എത്ര ചൊന്നി കേക്കില്ല ഉസ്താദ് ഈ കേക്കാണ്ടിക്കണല്ലേ കാരണത്തെ നാ ചൊന്നോട്ടില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോടു ഒരാളുടെ സ്വന്തം പെഞ്ഞായിരൊട്ടിക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ അല്ലാഹു അവനു റഹ്മത്ത് ചെയ്യടാ അവനു കൂലിയുണ്ട് സ്വഹാബത്ത് ഇത് ചൊല്ലുമ്പോ കേൾക്കുന്ന നബിയെ അവന്റെ ഒരു തടിയുടെ ഒരു വികാരത്തെ തീർക്കടല്ല അതൊക്കെ പ്രതിഫലം കിട്ടണം ഹബീബായ തങ്ങൾ ചൊല്ലോടു എങ്കിൽ ആ വികാരത്തെ ഹറാമായ തെരുള് തീർത്തെങ്കിൽ അല്ലാഹു ശിക്ഷിക്കില്ല സ്വഹാബ ഹറാമായ തെരുളതിരെ തീർത്തെങ്കിൽ അല്ലാഹു ശിക്ഷിക്കാണ്ട് കണ്ടെങ്കിൽ ഹലാലായ മാർഗത്തിൽ അതിരെ തീർത്തെങ്കിൽ അല്ലാഹു പ്രതിഫലം തരൽ അനിവാര്യമാണ് അല്ലാഹു പ്രതിഫലം പെഞ്ഞായിരൊട്ടികളുടെ സംസർഗ ബന്ധത്തുക്ക് പോലും പ്രതിഫലമുണ്ട് ആ ബന്ധപ്പെട്ട സമയത്തിൽ പോലും ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ നാനും നിന്റെ പെഞ്ഞായുമായിട്ടുള്ള ഈ സംസർഗ ബന്ധത്തിലുണ്ടല്ലേ ശൈത്താനെ നീ ദൂരത്താക്കണോ അല്ലാഹ് ഈ ബന്ധത്തിൽ ഒരു കിടാവിടെ ഉണ്ടെങ്കിൽ ആ കിടാവിടെയും ശൈത്താന്റെ ശർറിൽ നിന്ന് നീ ദൂരത്താക്കണോ ആദ്യമായിട്ടൊരു പെണ്ണുരൊട്ടിക അല്ലെങ്കിൽ ഒരു പെഞ്ഞായിരൊട്ടിക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് പോലും പരിശുദ്ധ ഇസ്ലാം ഇത് പടിപാടി ഇത് താളത്തേക്ക് പോയിട്ട് 12 ഗಂಟೆ ജാവുകോ അതിൽ പിന്നെ പട്ടാക്കെല്ലാം കൊണ്ട് ചങ്ങായിമാർ പൊട്ടുപാടിയിട്ട് ഉൾക പോകുമ്പോ 1.5 ഗಂಟೆ പാതിര ജാവുക പോയിട്ട് താളത്തേക്ക് പോയിട്ട് ഗൗജ്യം ഗദ്ദലം അടിയും ഗിടിയും ഗുൽമാലും എത്ര ആൾമാർ താളത്തേക്ക് പോയിട്ട് പുതിയ പെണ്ണിന്റെ റൂം നോക്കൊന്നുകൊണ്ട് ഉടിപിടിയായിട്ട് പെണ്ണിന്റെ അബ്ബ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പടിപാട്ട് ഇത് ദുനിയാവ് ഈ ദുനിയാവിൽ ഒരു ലക്ഷ്യമുണ്ടോ ഈ ദുനിയാവ് അല്ലാഹു ഞങ്ങളെ കടത്തിയതിൽ ഒരു ഉദ്ദേശമുണ്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിക്കാറുണ്ടല്ല അദ്ദുനിയാ മസ്റഅത്തുൽ ലിൽ ആഖിറ ദുനിയാവ് ആഖിറത്തുൽ കൃഷി സ്ഥലമാണ് സ്വഹാബ നിങ്ങൾ നല്ല കൃഷിയാക്കണോ ദുനിയാവിൽ നല്ല ബല ബലയുണോ എങ്കിൽ ആ ബലയുടെ കോയുണോ ആഖിറത്തിൽ സാധ്യമാവോ നിങ്ങൾ ദുനിയാവിൽ കൃഷിയെ ആക്കില്ലാണ്ട് കണ്ടെങ്കിൽ ആഖിറത്തിൽ ഫലമെടുക്കണത് സാധ്യമില്ല ಅದಕ್ಕೆ വേണ്ടിയാണ് ദുനിയാവ് ഗവൺവരെ ಅದಕ್ಕೆ വേണ്ടിയാണ് അല്ലാഹു ദുനിയാവ് അടുത്തിരേ എന്നിട്ട് ഈ ദുനിയാവിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്തൊരുകൊണ്ടുണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു
അള്ളാഹു നിങ്ങൾക്ക് തന്റെ ദുനിയാവിടെ ജീവനത്തെ അലങ്കാരമാണ് നിങ്ങൾക്ക് അള്ളാഹു തന്നെ മക്കള്, നിങ്ങൾക്ക് അള്ളാഹു തന്നെ സമ്പത്ത്. അത് രണ്ടിലും വലിയ പരീക്ഷണമുണ്ടോട് ഖുർആൻ ചൊല്ലുന്നു. പലപ്പോഴും മക്കളെ കാരണം കൊണ്ട് തല തഗ്ഗുപാട്ട് അബ്ബ ഉമ്മ മാറുണ്ടോ, പലപ്പോഴും മക്കളെ കാരണം കൊണ്ട് അഭിമാനം കൊണ്ടുടെ അബ്ബ ഉമ്മ ഇന്നതുപോലെ പലപ്പോഴും എന്ത് കാണെങ്കിലും മോന്റെ ബൽദ്യാച്ചൊന്നു കേരിക്കര ഉമ്മ മാറുണ്ടോ. അതുകൊള്ള കാരണം അല്ലാതെ റസൂൽ ചൊല്ലുന്നു, ഒരു മക്കളൊട്ടികയുള്ള കടമകൾ നീ പാലിക്കാത്തത് കൊണ്ടാണ്. സ്വന്തം മക്കളൊട്ടിക എന്തൊരു കടപ്പാടുകളുണ്ടോ, ആ കടപ്പാടുകൾ പാലിക്കാത്ത കാരണം കൊണ്ട് നിന്റെ മക്കനിക്ക് ദുനിയാവിലും ഉപകാരത്തില്ല, ആഖിറത്തിൽ എങ്ങനെയും അത് ഉപകാരത്തില്ല.